ആ കുഞ്ഞിനെ ബലി കൊടുക്കുകയായിരുന്നു. ശംഖിന്റെ സൗണ്ട് കേൾക്കുന്നേ. ഹലോ, ആരത്? ഹലോ, ജസ്റ്റ് മിസ്. കുഞ്ഞു കരയുന്ന സൗണ്ട്. എന്റെ ദൈവം തമ്പുരാനെ, കുഞ്ഞു കരയുന്ന സൗണ്ട് ആയിരുന്നു. എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടത്? എന്റെ ദൈവം തമ്പുരാനെ, മുടി ഫുള്ളും കത്തിച്ചേക്കുവോ? എന്റെ തന്നെ അങ്ങനത്. ഈ പാവ എനിക്ക് പോകുന്നുണ്ട്, പാവ പോകുന്നുണ്ട്, പാവ എക്സ്ട്രീം. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, പോകുന്നുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, എക്സ്ട്രീം 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 ലെവൽ, എക്സ്ട്രീം ലെവലാ. എന്ത് പറഞ്ഞത്? ഇത് എങ്ങനെ തന്നെ മൂവ് ആയി പോയത്? ഇത് എങ്ങനെ തന്നെ മൂവ് ആകുന്ന എക്സ്ട്രീം ക്യാപ്ചർ? എന്ത് സംഭവം അത്? ഞാനിപ്പോൾ വന്നിട്ട് ഈ കെട്ട് പൊട്ടിക്കാൻ പോവാം. എന്തോടെ ഇത് വരച്ച് വെച്ചേക്കുന്നേ? കണ്ണൊക്കെ കുത്തിയെടുത്ത് ചോര മൊത്തം, വായിൽ മൊത്തം. എന്തോ അത്? എന്തോ കെട്ടി വെച്ചേക്കുന്നേ? എന്തോ ഇത്? തേണ്ട് മുടിയൊക്കെ കത്തിച്ചേക്കുന്നു. പൈസ എന്തോ അത്? എൻ്റെ ദൈവം തമ്പുരാനെ, ഇതുകൊണ്ടോ അത്? മുടിയൊക്കെ കത്തിച്ചിട്ട്, മുടി ഫുള്ളും കത്തിച്ചേക്കുവോ? കുരിശിൻ്റെ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്മൈലിയുടെ ഇത്, ഇവിടെ എന്തോ വരച്ചിട്ടുണ്ട്. ഇവിടെ കുരിശിൻ്റെ ഇത്, കയറെന്തോ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവം തമ്പുരാനെ, എന്തോ അവിടെ ഇത് കാണിച്ചു വെച്ചേക്കുന്നത്? ആരാണ് അലർന്നത്? എന്തോ അത്? ദൈവം തമ്പുരാനെ, ആരിപ്പോൾ അലറി ഇവിടെ കിടന്ന്? ഹലോ, ആരും ഇവിടെ കിടന്ന് അലറി? ഇപ്പോൾ അവിടെ തന്നെ അങ്ങനത്. ഈ പാവ എനിക്ക് പോകുന്നുണ്ട്, പാവ എക്സ്ട്രീം. എന്തോടത്? ഓ മൈ ഗോഡ്, പോകുന്നുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, എന്തോടത്? എക്സ്ട്രീം തന്നെ മൂവായി പോകുന്നത്. എക്സ്ട്രീം എന്തോ അത്? എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവം തമ്പുരാനെ,
എൻ്റെ ദൈവമാതിരി എന്തുകൂടെ ഇത് എക്സ്ട്രീം ലെവലടാ. എന്തുകൂടത് ഇത് എങ്ങനെ തന്നെ മൂവായി പോയത്? ഇത് എങ്ങനെ തന്നെ മൂവാന്ന് സാധനം കിടന്നിട്ട് ഇതുപോലെ കണ്ടിട്ടില്ല. തന്നെ മൂവായി പോയത് അതുകൊണ്ട് എല്ലാം വലിച്ചോണ്ട് പോകുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവം തമ്പുരാന് എന്തുകൂടത് എന്തുകൊണ്ടത് ഇവിടുന്ന് വലിച്ചോണ്ട് പോയി. അപ്പുറം വരെ എല്ലാം വലിച്ചോണ്ട് പോയി. പായ അത് ഇത് എല്ലാം വലിച്ചോണ്ട് പോയി. അത് എൻ്റെ ദൈവമേ ഗൈസ്, എന്തോ അത് എക്സ്ട്രീം ക്യാപ്ചറിങ്, എക്സ്ട്രീം ക്യാപ്ചർ. എന്തോ സംഭവം അത്. ഓ മൈ ഗോഡ്. അത് തോന്നുന്നുണ്ട് സംതിങ് ആക്ടിവിറ്റി. അതുകൊണ്ട് ഞങ്ങളോട് തന്നെ മൂവായി കയറി പോയത്. തീവണ്ടി കിടക്കുന്നത് ഇത്ര മണ്ടയ്ക്ക് പോയി സാധനം. ഞാൻ പറഞ്ഞു ഈ റൂമിൽ മൊത്തം എനിക്ക് മറ്റേ മഞ്ഞളുടെ മണമുണ്ടെന്ന്, ചന്ദനത്തിന് മണമുണ്ടെന്ന്. കറക്റ്റ് ആ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് സാധനം. ഇത് എങ്ങനെയാണ് ഇവിടെ വന്ന സാധനം? ഇത് ഈ പായ ഉൾപ്പെടെ കയറി വന്നു. കാലും പോലും എൻ്റെ ഇത് എങ്ങനെയാണ് ഇവിടെ വരെ വന്ന സാധനം? എക്സ്ട്രീം. എൻ്റെ ദൈവം തമ്പുരാനെ. എൻ്റെ പൊന്നോ. കൈ ശരിക്കും ഒട്ടും മനസ്സിലാവുന്നില്ല. തലയൊക്കെ എനിക്ക് കറങ്ങുന്നു, എനിക്ക് തലയൊക്കെ. എക്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ്ട്രീം സാധനം. ഇതെങ്ങനെ തന്നെ മൂവായത്? അത് പോയത് കൊണ്ട് സാധനം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതെന്തോ സംഭവം ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തെ. വേറെ അയ്യോ വളരെ സാധാരണമായിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ അത്. എന്തു കാണിക്കുന്നേ? എൻ്റെ കയ്യിൽ മൊത്തം എന്തുവാ? ഗൈസ്, ഭയങ്കര നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണത്. എന്തോ അത്? ഇതെന്ത് കോപ്പത്? അയ്യോ എൻ്റെ ഭഗവാനെ. ഗൈസ്, ഞാൻ ഇതുപോലെ എല്ലായിടത്തും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോലെ തോന്നി. ഗൈസ്, ഈ റൂമിനകത്ത് മൊത്തം ചന്ദനത്തിന് മണം ശരിക്കും എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ചന്ദനത്തിന് മണം. അത് ഞാൻ പറഞ്ഞറിയാം. ഈ അതേ റൂമിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ട് ഈ പാവ കൊണ്ടുവന്നത്. എക്സ്ട്രീം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് എന്തിൻ്റെയോ എന്തോ സംഭവം ചെയ്തു വെച്ചേക്കാണ്. ഇത് എനിക്കറിയാൻ വയ്യ.
അയ്യോ അയ്യോ കഴിച്ച് വന്നിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് എന്ത് സംഭവം എന്നുള്ളത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. എന്ത് സംഭവം എന്നുള്ളത് ഞാൻ ചുരുക്കം പറയാം. സംഭവം എന്ന് വെച്ചാൽ ഇതിനെ വന്നിട്ട് മന്ത്രം ചെയ്തപ്പോൾ ആ കുഞ്ഞിനെ ബലി കൊടുത്ത സമയത്ത് അതിനെ വന്നിട്ട് അതിൻ്റെ ഒരു ഇത് വന്നിട്ട് വേറെ ഏതോ ഒരു സാധനത്തിൻ്റെ അണ്ടറിലാണ്, അറസ്റ്റിലാണ്. അത് വന്നിട്ട് വേറൊരു നെഗറ്റീവ് എനർജിയാണ്. അതാണ് ഇവിടെ കിടന്നിട്ട് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. ഇത് കുഞ്ഞിനെ വന്നിട്ട് കെട്ടിവെച്ച് എന്തോ ഒരു മറ്റേ കൺട്രോളിൽ വെച്ചിരിക്കുക. അതാണ് ഈ ചാക്ക് മൊത്തം കെട്ടിയേക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് അപകടമാണ്, കൺഫേം എനിക്കറിയാം ഇത് അപകടമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് എനിക്ക് കൺഫേമായിട്ട് അപകടം വരും കേട്ടോ, അപകടം വരും. സോ ഞാനിപ്പോൾ വന്നിട്ട് ആ കെട്ട് പൊട്ടിക്കാൻ പോവാം. കാണാൻ പറ്റും. ഞാനിപ്പോൾ വന്നിട്ട് ഈ കെട്ട് പൊട്ടിക്കാൻ പോവാം. കാരണം എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് ആ കൊച്ചു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമായിരിക്കും. സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒട്ടും വയ്യ. ഞാൻ കംപ്ലീറ്റ് ട്രെയിൻ ഔട്ടാണ്. എനിക്ക് ഈ ഒരു ബിൽഡിംഗ് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒരുമാതിരി എൻ്റെ ബോഡി ഇത് കണ്ടോ, പ്രത്യേക ഷേപ്പില്ല ഇവിടെ, എന്തോ ഇരുന്ന് കത്തിയതുപോലെ. എൻ്റെ ബോഡി വന്നിട്ട് ചന്ദനത്തിന് മണം നടക്കുന്നുണ്ട്. എനിക്ക് ബോഡി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എനിക്ക് ബോഡി ഒരുമാതിരി വല്ലാണ്ട് എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് വന്നുകൊണ്ടിരിക്കുക തലമുണ്ട മൊത്തത്തിൽ എനിക്ക്. സോ ഞാനിട്ട് വീഡിയോ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അത് മുന്നേ തന്നെ ഞാൻ ഈ സംഭവം ചെയ്യാൻ പോവാം. എൻ്റെ എല്ലാ ദൈവം കൂടി എല്ലാ ദൈവത്തിനെയും ഒന്നിച്ച് വിളിക്കുക, ഒന്നും സംഭവിക്കരുത്. ഗൈസ് ഇപ്പം എൻ്റെ കയ്യിൽ സാധനമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ചായ പൊട്ടിക്കാൻ പോവാ. ഞാനിപ്പോൾ ചരട് പൊട്ടിക്കാൻ പോവാ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ചരട് പൊട്ടിക്കാൻ പോവാ. ഇപ്പോൾ ഒരു സൗണ്ട് പോലും ഇല്ല, കംപ്ലീറ്റ് ഹൈഡായി, ഒറ്റ സൗണ്ട് ആയിരുന്നില്ല. അതായത് പൊട്ടിച്ച് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് പൊട്ടിച്ച് കംപ്ലീറ്റ് ആ പൊട്ടിച്ച സാധനം. ഞാൻ അതാ പറഞ്ഞേ, ഇനി ഒരിക്കലും വന്നിട്ട് ഇവിടുത്തെ നെഗറ്റീവ് എനർജിക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ വന്നിട്ട് ആരെയാ ഓടിപ്പോയേ?
ഇനി കുഞ്ഞിന് വന്നിട്ട് ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാം, പിന്നെ അത് എവിടെ വെച്ചാൽ പോവാം. ഒരിക്കലും വന്നിട്ട് ഇതിനെ ഒരു അണ്ടറിലും വന്നിട്ട് ഇതിനെ ഇനിയും കഷ്ടപ്പെടുത്താനോ അതിനെ വന്നിട്ട് പിടിച്ചു നിർത്താനോ സാധിക്കത്തില്ല. അവരുടെ എനർജിക്കും അവരുടെ കെട്ട് ഞാൻ പൊട്ടിച്ച്. ബട്ട് ഇതുകൊണ്ട് ഇനി എനിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ മെയിനായിട്ട് പറയാം, എന്ത് സംഭവിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് കരുതുന്നു. നല്ലത് തന്നെ നടക്കുമെന്ന് വിശ്വസിക്കാം. കൊച്ചനിപ്പോ ചിരിച്ചേ? നീയാണിപ്പോ ചിരിച്ചത്? നീ ചിരിക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. നീ ചിരിക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ഞാനിപ്പോ എനിക്കിപ്പോ ഇവിടെ ഒരാൾ ചിരിക്കുന്ന സൗണ്ട് കേട്ടു. അത് നീയാണോ? ഇത് ഫസ്റ്റ് കറണ്ടിലായിരുന്നേ, ഇപ്പൊ ചിരിച്ചത്. വീട് കണ്ടു കാണും. നമ്മൾ വന്നപ്പോൾ തൊട്ട് ആ കുഞ്ഞിന്റെ കരച്ചിലും സൗണ്ട് നമ്മൾ കേട്ടോണ്ടിരുന്നേ. ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിന്റെ ചിരിക്കുന്ന സൗണ്ട് കേട്ട് ദൂരോട്ട് ഇങ്ങനെ പോയി ആ സൗണ്ട് ദൂരെ പോയെന്ന്. സോ കംപ്ലീറ്റ് സൈലൻ്റ് ആയി. കംപ്ലീറ്റ് സൈലൻ്റ് ആയത്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസ് ഇല്ല ഇവിടെ. കംപ്ലീറ്റ് സൈലൻ്റ് ആയി. ഇപ്പോൾ ഫുള്ള് സൈലൻ്റ് ആയി ഇവിടെ. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസും ഇല്ല. കംപ്ലീറ്റ് സൈലൻ്റ്. ഇവിടെ നിന്ന് അടുത്ത് കംപ്ലീറ്റ് സൈലൻ്റ് ആയി ഇവിടെ. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസും ഇല്ല. അവരുപയോഗിച്ച സാധനം ഇതൊക്കെ. ഈ സാധനം ഷർട്ട് തൂക്കുന്ന സാധനം. എന്തോ സൗണ്ട് കേട്ടിപ്പോൾ. കംപ്ലീറ്റ് സൈലൻ്റ് ആയി. ഇത്ര വലിയ സ്പേസോ? ഇപ്പൊ കംപ്ലീറ്റ് സൈലൻ്റ് ആയി.
ഗൈസ് വന്നിട്ട് ഇവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് ഞാൻ വന്നിട്ട് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് അമ്മയും കുഞ്ഞും താമസിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആ സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ അമ്മയും കുഞ്ഞിനെ വന്നിട്ട് അടുത്ത കുഞ്ഞിനെ വന്നിട്ട് ഒരു പണക്കാരൻ വന്നിട്ട് മന്ത്രവാദം ചെയ്ത് അതിനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവന് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാവയെ വന്നിട്ട് ആ കുഞ്ഞിനെ വന്നിട്ട് ബലി കൊടുത്തായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഇവിടെ ആക്ടിവിറ്റീസ് നടക്കാൻ തുടങ്ങി. ആ അമ്മ വന്നിട്ട് സൂസൈഡ് ചെയ്ത് മരിച്ചു. സോ ആ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് വന്നിരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് ആദ്യമേ വളരെ നോർമലായിട്ട് സ്റ്റാർട്ടായ വീഡിയോ വന്നിട്ട് പിന്നെ പോകെ വന്നിട്ട് ഭയങ്കര ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റൊക്കെ എക്സ്ട്രീം ആയിരുന്നു. അവസാനം ഒരു പാവ നമ്മൾ അതൊന്നും കണ്ടുപിടിച്ച് ആ പാവയിൽ വന്നിട്ട് കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുടിയൊക്കെ കത്തിച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാവത്തിനെ. അത് ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ വന്നിട്ട് ആ കെട്ട് അയച്ച് വിട്ടപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോയത്. സോ എനിക്കിപ്പോൾ കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ആണ്. കാരണം എനിക്കത് വേറെ എവിടെ അങ്ങനെ ഫീൽ ആയിട്ടില്ല ഇത്ര സാറ്റിസ്ഫൈ വന്നിട്ട്. കാരണം നമ്മുടെ ചാനൽ വന്നിട്ട് 100K അടിച്ചപ്പോൾ തന്നെ ഒരു ആത്മാവിനെ വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് വിട്ടു എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. മേ ബി വന്നിട്ട് അത് എന്താ പറയുക, അത് നോർമലി നടന്ന സംഭവമായിരിക്കാം. ബട്ട് അത് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. കാരണം നമ്മൾ 5 വർഷമായിട്ട് നമ്മൾ ഇതേ കണ്ടൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഗോസ്റ്റ് ഹണ്ടിങ്ങിൻ്റെ കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ആ കണ്ടൻറ്റിൽ വന്നിട്ട് ഇതുപോലെ സംഭവം വന്നിട്ട് 100K അടിക്കുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കിത് ചെയ്യാൻ സാധിച്ചത് വന്നിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ വീട് നിങ്ങൾ കണ്ടു കാണും. കംപ്ലീറ്റ് സൈലൻ്റാണ്, പിൻ ഡ്രോപ്പ് സൈലൻ്റാണ് ആ വീട് ഇപ്പോൾ. സോ എനിക്കിനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയത്തില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതുള്ള കേസ് വീഡിയോ വന്നിട്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ വന്നിട്ട് എല്ലാവരും. അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.